ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടി നല്ല ചർച്ചയിലാണ്. വർഷക്കാണെങ്കിൽ കുട്ടികളെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ പേടിയൊക്കെ മാറ്റിക്കാൻ വേണ്ടി ഒരുപാട് നോക്കുന്നുണ്ട്. കാരണം വർഷയെ ഒരു അമ്മയായി കഴിയുമ്പോഴേക്കും നിൻ്റെ ഈ ടെൻഷനും പേടിയൊക്കെ മാറിക്കോളും, കുഞ്ഞിനെ കാണുമ്പോൾ നിൻ്റെ എല്ലാ പേടിയും മാറും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വർഷ കേൾക്കുന്നില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അപ്പോൾ നിൻ്റെ തീരുമാനം എന്താ, പ്രസവിക്കണ്ടെന്നാണോ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ തീരുമാനം അത് തന്നെയാണ് ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു കുഞ്ഞിനെ വേണം, അതിനുവേണ്ടി ഞാൻ വേറെ കല്യാണം കഴിക്കാനാണോ നീ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഓ ശ്രീകാന്ത് അവിടം വരെ ചിന്തിച്ചു പോയോ, അങ്ങനെ എങ്ങാനും ചിന്തിച്ചാലുണ്ടല്ലോ ശ്രീകാന്ത് ഒരിക്കലും ഒരു അച്ഛനാവാത്ത വിധത്തിൽ ഞാൻ ചെയ്തു കളയും എന്നൊക്കെ വർഷ പറയുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാനാ വർഷേ, നമുക്കൊന്നൊരു കുട്ടീനെ വേണ്ടേന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ശ്രീകാന്തേ, ഇപ്പോൾ കണ്ടിട്ടില്ലേ സറഗസി, അതേപോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സറഗസിയോ, അതൊക്കെ എങ്ങനെ ശരിയാവും വർഷേ, അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എന്ത് ശരിയാവില്ല എന്ന്, വേറൊരാൾ പ്രസവിക്കുകയാണെങ്കിലും അത് നമ്മുടെ കുട്ടിയല്ലേ ശ്രീകാന്തേ, ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഈ മെത്തേഡാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അവരെന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇതെങ്ങാനും എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അവരെന്തിനാ സമ്മതിക്കുന്നത്, ഇത് ഞാൻ എടുക്കേണ്ട തീരുമാനമാണ്, എൻ്റെ കുട്ടിയെ പറ്റിയുള്ള എൻ്റെ തീരുമാനം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ശ്രീകാന്ത് എന്ന് പറയുമ്പോഴും ശ്രീകാന്ത് അപ്പോഴും പറയുന്നുണ്ട്, വർഷേ നിൻ്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ആരും ഇതിനെ സമ്മതിക്കാൻ പോകുന്നില്ല വർഷേ, നീ ഒന്ന് അമ്മയായി തുടങ്ങുമ്പോഴേക്കും നിൻ്റെ ഈ പേടിയൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഒരുപാട് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ വർഷ എവിടെ, വർഷ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് വർഷ നിൽക്കുവാണ്. ഞാനൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞു, ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഞാനാ, എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു, നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പ്ലാനിങ് ഒക്കെ ഇല്ലേ, നീ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്ക്, നമുക്ക് കുഞ്ഞിനെ പറ്റിയൊക്കെ പിന്നീട് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്നും പോവാണ്. ശ്രീകാന്തിനാണെങ്കിൽ വർഷ എന്തൊക്കെയായി പറഞ്ഞു പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു പിടിയില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സുധിയെയാണ്. സുധി ഇങ്ങനെ ഉറക്കമില്ലാതെ ഈ പാതിരാത്രിക്കൊക്കെ എഴുന്നേറ്റിരിക്കുവാണ്. ആ ലെറ്റർ എടുത്ത് പിന്നെയും വായിക്കുന്നുണ്ട്. നിൻ്റെ ചുറ്റിനുള്ള ആളുകളെ കൊണ്ട് നിനക്കൊരു അപകടം ഉണ്ടാവാൻ പോകുന്നു എന്ന് വായിച്ചിട്ട് സുധിക്ക് വീണ്ടും ടെൻഷനായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ആരെ കൊണ്ടായിരിക്കും എനിക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പയ്യെ ശ്രുതിയെ നോക്കുന്നുണ്ട്. ശ്രുതി നല്ല ഉറക്കമാണ്. അപ്പോൾ ശ്രുതി വിചാരിക്കും, ഇനി ഇവളെ കൊണ്ടായിരിക്കും എനിക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നതെന്ന് ഇങ്ങനെ സംശയിക്കുവാണ്. എന്നിട്ട് ശ്രുതി തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ ആയിരിക്കില്ല, പിന്നെ ആരെ ായിരിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ നടക്കുവാണ് സുധി എന്നിട്ട് ചന്ദ്രയെ ഫോൺ വിളിക്കുവാണ്. അപ്പോൾ ചന്ദ്ര ഫോൺ എടുക്കുന്നുണ്ട്. സുധി ചോദിക്കും, എന്ത് ചെയ്യും അമ്മയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, ഈ രാത്രി എന്ത് ചെയ്യാനാടാ, നീ എന്താ സുധി ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയും, എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ, ഒന്ന് പുറത്തോട്ട് വാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്കുറക്കം വരുന്നില്ലെങ്കിൽ എൻ്റെ ഉറക്കം കൂടി കളയോ, എന്തിനാടാ സുധി ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയും, പ്ലീസ് അമ്മേ ഒന്ന് വാ, എനിക്കൊന്ന് സംസാരിക്കാനാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശരി ഞാൻ വരാം, നീ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ചന്ദ്ര എന്നിട്ട് സുധിയുടെ അടുത്ത് പോയി ചീത്തയൊക്കെ പറയുന്നുണ്ട്, നീ എന്താടാ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് പറയുമ്പോഴേക്കും സുധി പറയും, എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ, അതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തു പറ്റി, ശ്രുതിയായിട്ട് വഴക്കിട്ടോ, ഇതൊന്നുമല്ല, ഇത് വേറെ വിഷയമാണെന്ന് പറഞ്ഞിട്ട് സുധി ആ ലെറ്റർ ചന്ദ്രക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുവാണ്. അപ്പോൾ ചന്ദ്ര അത് വായിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്താടാ, ഇത് ഏത് ലെറ്റർ, എനിക്കറിയില്ലമ്മേ, ആരോ ഒരാൾ കടയിൽ വന്ന് തന്നിട്ടും പോയതാ, ആരെ കൊണ്ടായിരിക്കും അമ്മ എനിക്ക് അപകടം വരാൻ പോകുന്നതെന്നൊക്കെ സുധി ചോദിക്കുവാണ് ചന്ദ്രനോട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ സുധിയെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, പുതിയ നാടകമാണോ? അപ്പോൾ സുധി ചോദിക്കും, എന്ത് നാടകം, അല്ല മാസം 50,000 രൂപ വെച്ച് കൊടുക്കാൻ പറഞ്ഞില്ലേ, അത് കൊടുക്കാതിരിക്കാനുള്ള നിൻ്റെ അടവല്ലേടാ ഇതെന്ന് ചന്ദ്ര ചോദിക്കുവാണ് സുധിയോട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ തരികിട പരിപാടിയൊന്നും കാണിക്കത്തില്ല, മര്യാദക്ക് മാസം 50,000 രൂപ കൊടുക്കാനുള്ള വഴി നോക്കുക എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് മനസ്സിലായത് ആരെ കൊണ്ടാണ് എനിക്ക് പ്രശ്നം വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ചന്ദ്ര പറയും, ആരെ കൊണ്ടാ, അമ്മേനെ കൊണ്ട് തന്നെയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര സുധിയെ പിടിച്ച് ഒരുപാട് തല്ലുവാണ്. എന്നെ കൊണ്ട് നിനക്ക് എന്ത് പ്രശ്നമാടാ, നീയാണ് പ്രശ്നം, നീ കാരണമാണ് എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നത്, ഈ വീട്ടിൽ എന്തോ ഒരു അപമാനമാണ് നീ കാരണം ഞാൻ നേരിടേണ്ടി വന്നത്, ഇപ്പോൾ ലാസ്റ്റ് നടന്ന സംഭവം കൂടി നീ കാരണമല്ലേടെ ഉണ്ടായത്, എന്നിട്ട് നീ എന്താ പറയുന്നത് ഞാൻ കാരണം അപകടം വരുവാന്നോ എന്നിട്ട് ഒരുപാട് തല്ലുവാണ്. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, മതി അമ്മേ നിർത്ത്, ഇനി ഞാൻ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല.
ചന്ദ്രക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വരുവാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്ത് തന്നടാ, എന്നിട്ട് ലാസ്റ്റ് നീ എന്നെ തന്നെ സംശയിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ഞാനൊരു ലെറ്ററും കൊണ്ട് എന്നെ സമാധാനിപ്പിക്കുമെന്ന് വിചാരിച്ച അമ്മ എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ അഭിനയമാണെന്നോ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതുകൊണ്ടല്ലേ ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ടേ. അല്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. ഇനി അമ്മയും ബാമാൻ്റെയും കൂടി എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? അമ്മേനെ സ്വർണത്തിൻ്റെ വിഷയത്തിൽ ഞാൻ അമ്മേനെയും കൂടി നാണം കെടുത്തില്ലേ? അതിൻ്റെ ദേഷ്യത്തിൽ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുവല്ലേ? അമ്മയും ബാമാൻ്റെയും കൂടിയുള്ള പണിയല്ലേ ഇതൊക്കെയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ എന്താടാ ശ്രുതി ഇങ്ങനെ പറയുന്നത്? നിനക്ക് വട്ടായോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയും, ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല അമ്മേ, ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ലെറ്ററും കൊണ്ട് പോകുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഇവൻ ഒരുപാട് ഡിഗ്രി എടുത്ത് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ഓർത്തു, കുറച്ചെങ്കിലും അവന് അറിവ് കൊടുക്കണേ, അനുഭവം കൊടുക്കണേ, അവന് തിരിച്ചറിവ് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പ്രാർത്ഥിക്കുവാണ് ദൈവത്തോട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ചന്ദ്രോദയത്തിലോട്ട് പുതിയൊരാൾ വരുവാണേ, വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് വരുവാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഡ്രൈവറാണ് വരുന്നതെന്ന്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സച്ചി പറഞ്ഞിട്ട് വരുവാണല്ലേ, വാ വാ എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചിയെ വിളിക്കുന്നുണ്ട് രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറയും, കാർത്തി വന്നോ? അച്ഛാ, ഇത് കാർത്തി, ഞങ്ങളുടെ കാറിന് മുതൽ ഇവനാ ഓടിക്കാൻ പോകുന്നത്. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അച്ഛൻ ആ താക്കോല് നല്ലോണം അനുഗ്രഹിച്ച് ഇവനെ കൊടുക്കച്ചാന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ വിളിക്കുവാണേ. രവീന്ദ്രൻ ആ താക്കോല് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ആ പുതിയ ഡ്രൈവർക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകട്ടെ, ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് താക്കോൽ ആ ഡ്രൈവർക്ക് കൊടുക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ, നല്ലോണം നീ അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്, നിനക്കും അതുപോലെ സ്വന്തമായിട്ടൊരു കാർ എടുത്ത് ഓണറായിട്ട് ഇതുപോലെ ഒരുപാട് കാർ വാടകയ്ക്ക് കൊടുത്ത് ഓടിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചിയും അനുഗ്രഹിക്കുവാണേ. ചന്ദ്രക്ക് ഇതൊന്നും പിടിക്കുന്നില്ല, ചന്ദ്രയുടെ വായിൽ നിന്ന് നല്ലതൊന്നും വീഴില്ലല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ അപശകുനമായിട്ടൊന്നും പറയില്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അമ്മ പറഞ്ഞോട്ടെ, അമ്മയുടെ വായിൽ നിന്ന് നല്ലത് വീണാലാ നമ്മൾ പേടിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുവാണേ. ശ്രുതിയും ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്, അവർക്കിതൊന്നും പിടിക്കുന്നില്ല. പിന്നെ രേവതിയും സംസാരിക്കുന്നുണ്ട് പുതിയതായിട്ട് വന്ന ഡ്രൈവറോട്, ചേട്ടാ, നല്ലപോലെ നോക്കി വണ്ടിയൊക്കെ ഓടിക്കണം. ചേട്ടൻ്റെ സുഹൃത്തൊക്കെ ആയിരിക്കും, പക്ഷേ ജോലിയിൽ അത് കാണിക്കരുത്, ഒരിക്കലും ഉഴപ്പരുത്, മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നല്ല കാര്യമാണ് മോളെ പറഞ്ഞത്, സച്ചിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു നോട്ടവും ഇല്ല, എന്തൊക്കെ സുഹൃത്ത് ബന്ധുവാണെങ്കിലും ജോലിയിൽ അതൊന്നും കാണിക്കരുത്, ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യണം എന്ന് രവീന്ദ്രനും പറയുന്നുണ്ട്. മോള് വേണം എല്ലാം നോക്കിയും കണ്ടും ചെയ്യാമെന്നൊക്കെ രേവതിയോടും പറയുന്നുണ്ട് രവീന്ദ്രൻ. എല്ലാം ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം എന്നാണ് ഡ്രൈവർ പറയുവാണേ. എന്നിട്ട് സച്ചിനോട് പറയുന്നുണ്ട്, സച്ചി, നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നടാ, ഇതുപോലെ തന്നെ നിനക്ക് 100-200 കാറുകളൊക്കെ എടുത്ത് ഒരു വലിയൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ സാധിക്കട്ടെ. ഞങ്ങളെപ്പോലെ ഒരുപാട് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഒരു തൊഴിലും ആകുമല്ലോ അത്. സച്ചി, നീ ഇനി വെച്ചടി കയറ്റമായിരിക്കും, നീ ഒരു നല്ലൊരു വലിയൊരു ബിസിനസ്സുകാരനാവട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഇതൊന്നും പിടിക്കുന്നില്ലേ. ശ്രുതിയോട് പയ്യെ പറയുന്നുണ്ട്, നോക്കിക്കോ ശ്രുതി, ഇവൻ ബിസിനസ്സുകാരനാവുമെന്ന്, ഇവൻ ഉണ്ടയാവും, കാരണം എൻ്റെ കടയിൽ വന്ന് എന്നെ പറ്റിച്ചിട്ട് സാധനങ്ങൾ എടുത്തോണ്ടും പോയില്ലേ, അതുപോലെ തന്നെ ഇവൻ്റെ കാറും കൊണ്ട് ഓടിപ്പോകും എന്നൊക്കെ ശ്രുതി പറയുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഒന്ന് പയ്യെ പറ, വല്ലതും ആ സച്ചിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ശ്രുതിക്ക് തന്നെ കിട്ടും എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി ഡ്രൈവറോട് പറയുന്നുണ്ട്, ഒന്ന് പോടാ, ഞാൻ ബിസിനസ്സുകാരനാവും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചിരിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവർക്കൊന്നും ഒരു ബിസിനസ്സുകാരനാവാനൊന്നും പറ്റത്തില്ല, അതിനൊന്ന് കുറച്ച് യോഗ്യതയും കഴിവും ഒക്കെ വേണം എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവാണേ. രേവതി പറയുന്നുണ്ട്, ആർക്കാ യോഗ്യതയില്ലാത്ത, കഴിവുണ്ടെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആർക്കും ഒരു ബിസിനസ്സുകാരനായി മാറാം, എന്താ നിങ്ങൾക്ക് മാത്രമേ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? പിന്നെ ടെൻഷനാവാതെ എൻ്റെ ഭർത്താവിന് കഴിവില്ലെന്ന് പറയാൻ നിങ്ങളുടെ ഭർത്താവിന് എന്ത് യോഗ്യതയാ ഉള്ളതെന്നൊക്കെ രേവതി ചോദിക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, എടിയടി മതി നിർത്ത്, എന്താ നീ എവിടെയായി കയറി പോകുന്നത്? ഈ സച്ചിക്ക് അസൂയ, എൻ്റെ മൂത്ത മകൻ എൻ്റെ ശ്രുതി അവനൊരു ബിസിനസ്സുകാരനായില്ലേ, അതുകൊണ്ടുള്ള അസൂയ, അതും പറഞ്ഞിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കും, ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പൊക്കി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. സച്ചി ഇതൊക്കെ കണ്ട് ചിരിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ആരെ കണ്ട് അസൂയപ്പെടാൻ? ഇവനെ കണ്ടട്ടോ, 5 ലക്ഷം ഇവൻ്റെ അടുത്ത് തന്നെ അടിച്ചുകൊണ്ട് പോയവനെ കണ്ടിട്ട് ഞാൻ അസൂയപ്പെടണമെന്ന്? അതെ, എനിക്ക് നല്ല അസൂയ ഇവനെ കണ്ടിട്ടെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ചിരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ മതി ചിരിച്ചത്, അതെൻ്റെ ചീത്ത സമയത്തിന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി പറയും, ചീത്ത സമയോ? നിൻ്റെ ബുദ്ധിയില്ലായ്മ, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുവാണ്.
രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ പറയുന്നവരെന്ത് വേണമെങ്കിലും പറയട്ടെ, കാർത്തിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സച്ചിയേട്ടൻ 100ഉം 200ഉം കാറുകളൊക്കെ മേടിച്ചൊരു വലിയ ബിസിനസ്സുകാരനായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ എന്ത് കാറ്, കളിപ്പാട്ടക്കാറായിരിക്കും എന്ന് പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, കളിപ്പാട്ടക്കാറല്ല, നല്ല ഒറിജിനൽ കാറ് വേണമെങ്കിൽ ഇപ്പം തന്നെ 200. അപ്പോഴേക്കും സച്ചി രേവതി അങ്ങനെ പറയാൻ പോകുമ്പോഴേക്ക് തടുക്കുവാണേ, രേവതി 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 മതി 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 ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പോഴേക്ക് രേവതി പറയും, എന്താ സച്ചിയേട്ടാ, അല്ലെങ്കിൽ തന്നെ നിന്റെ 2 ശബ്ദങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങാണ്, ഇനി പുതിയതായിട്ട് ഒരെണ്ണം കൂടി എടുക്കല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ തടുക്കുവാണേ. അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രയെ പറയുന്നുണ്ട്, ചന്ദ്രയെ വീണ്ടും ഉപദേശിച്ച് ശരിയാക്കാൻ നോക്കുവാണ് രവീന്ദ്രൻ. ചന്ദ്ര എവിടെ കേൾക്കാൻ, ഒരമ്മയ്ക്ക് തൻ്റെ എല്ലാ മക്കളും നല്ല നിലയിൽ എത്തിക്കാണണമെന്നായിരിക്കണം ആഗ്രഹം. നീ എന്താ ഇങ്ങനെ ഒരാളെ മാത്രം തലകേറ്റി വെച്ചിട്ട് അവൻ മുന്നേറാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്നത്? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ ചന്ദ്ര എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോഴും ചന്ദ്ര ഒരു പുച്ഛത്തോടെയാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എടാ കാർത്തി, ദേ പുറത്ത് കാറ് കിടപ്പുണ്ട്, ഇനി മുതൽ അത് നിൻ്റെ സ്വന്തം കാറായിട്ട് കണ്ട് ഓടിക്കണം എന്നൊക്കെ പറയുവാണ്. ഓട്ടോ ഒക്കെ വരുമ്പോൾ എടുത്ത് നല്ലോണം ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി അനുഗ്രഹിച്ച് വിടുവാണ് അയാളേക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, എന്നെ ചുറ്റിരിക്കുന്ന ആളുകളെ കൊണ്ട് എനിക്ക് ആപത്തുണ്ടാവാൻ പോവാന്ന് പറഞ്ഞില്ലേ, ഈ വന്നവൻ്റെ നോട്ടവും വർത്താനും അത്ര ശരിയല്ല, ഇനി ഇവനെ കൊണ്ടായിരിക്കും എനിക്ക് ആപത്ത് വരാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി, ഇങ്ങനെ കാണുന്ന എല്ലാവരെയും സംശയിച്ചുകൊണ്ടിരിക്കല്ലേ, എന്തൊരു സ്വഭാവമാണ് ഇതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അപ്പോൾ ശ്രുതി പറയും, എങ്ങനെ? അതിനൊക്കെ ഒരു വഴിയുണ്ട്, ഞാനിപ്പോൾ വരാം. എങ്ങോട്ടാണ് പോകുന്നത് ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും പറയുന്നില്ല. ഇതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ശ്രുതി പോവാണ്. ശ്രുതി പോകുന്നത് വേറെ എങ്ങോട്ടും അല്ലേ, തൻ്റെ പാർക്കിലെ ഫ്രണ്ട് ആനന്ദിനെയും കൊണ്ട് ശ്രുതി ഒരു ജോൽസിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, എന്താണ് ശ്രുതി നീ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി നടന്ന സംഭവമൊക്കെ പറയുവാണ്. എടാ, എൻ്റെ ഷോപ്പിൽ ഒരാളൊരു ലെറ്റർ കൊണ്ട് തന്നു, എനിക്ക് ചുറ്റിനുള്ള ആരെങ്കിലും കൊണ്ട് എനിക്കൊരു ആപത്തുണ്ടാവാൻ പോവാന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, ചിരിപ്പിക്കല്ലേടാ, നിന്നെ കാരണം ബാക്കിയുള്ളവർക്കേ ആപത്തുണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ആനന്ദേ ഞാൻ സീരിയസ് ആയിട്ട് പറയുക, എനിക്ക് അങ്ങനെ ഒരു ലെറ്റർ വന്നു. അപ്പോഴേക്കും ആനന്ദ് ചോദിക്കുന്നുണ്ട്, നീ ആരുടെന്നെങ്കിലും കടം മേടിച്ചായിരുന്നു, അവരാരെങ്കിലുമൊക്കെ ഇരിക്കും എന്നാൽ പിന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി പറയും, ഇല്ലടാ, ഞാൻ ആരുടെ അടുത്തൊന്നും മേടിച്ചിട്ടൊന്നുമില്ല, ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇയാളെ നല്ല ശക്തിയുള്ള ജോത്സ്യനാന്ന് പറഞ്ഞു, ആ ലെറ്റർ കൊണ്ടുവന്നത് ആരാണെന്നും ആരെ കൊണ്ടാണ് എനിക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഇതിലെ കൂടി അറിയാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ വായിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ജോത്സ്യൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പരിഹാരത്തിന് എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു തരും, അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ടെൻഷനും മാറുണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ആളെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നൊക്കെ പറയുവാണ് ശ്രുതി. എന്നിട്ട് ആ പാർക്കിലെ ഫ്രണ്ടിനെയും കൂട്ടി അകത്തോട്ട് പോവാണ് ഈ ജോൽസിനെ കാണാൻ വേണ്ടി. ജോത്സ്യക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ദേ ഈ ലെറ്ററാണ് സ്വാമി പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ കൊടുക്കുവാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനൊരു ലെറ്റർ എൻ്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് തന്നതാ, എനിക്ക് ആരൊക്കെയോ കൊണ്ട് ആപത്തുണ്ടാവാൻ പോകുന്നു, അങ്ങനെ വല്ല ആപത്തും ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോഴേക്കും ജോത്സ്യക്കാരൻ ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, തൻ്റെ മുഖം കണ്ടാലേ അറിയാം ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പോഴേക്കും ശ്രുതി പറയും, അങ്ങനെയൊന്നുമല്ല, പ്ലീസ്, എന്തെങ്കിലും ആപത്ത് എനിക്ക് വരാൻ പോകും, ഒന്ന് നോക്കിയിട്ട് പറയാന്ന് പറയുമ്പോഴേക്കും ജോത്സ്യക്കാരൻ പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചിട്ട് പറയുന്നുണ്ട്, തീർച്ചയായും നിങ്ങളെ കാത്തൊരു അപകടം കാത്തു നിൽപ്പുണ്ടെന്ന് പറയുവാണ്. ഇത് കണ്ട് ഷോക്കായി നിൽക്കുവാണെങ്കിൽ നമ്മുടെ ശ്രുതി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.